Hi dears, welcome to ACS online class. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ ഉള്ളത് പേജ് നമ്പർ 57 പ്രാക്ടീസ് ബുക്കിലത് മാജിക് ഹെക്സഗൺ ആണ്. Look at the magic hexagon. Find the rule used to fill up one rectangle. Complete the remaining rectangles by the same rule. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അവിടെ കുറച്ച് റെക്ടാങ്കിൾസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. സർക്കിൾസ് നമ്പേഴ്സ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ആ റെക്ടാങ്കിൾ ബോക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് റെക്ടാങ്കിൾ ബോക്സ് നമുക്ക് 32 നമ്പർ കിടപ്പുണ്ട്. ആ സൈഡിലുള്ള രണ്ട് സർക്കിൾസും 8ഉം 4ഉം കിടപ്പുണ്ട്. 8 4s ആർ എന്താണ് 8 × 4 32 ആണ്. അപ്പോൾ ആ ബോക്സ് ആ റെക്ടാങ്കിളിൽ കിടക്കുന്ന നമ്പർ 32 തന്നെയാണ്. അപ്പോൾ അതായത് ഒരു സൈഡിൽ രണ്ട് സർക്കിൾസ് തമ്മിലുള്ള ആ സർക്കിൾസിലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കിട്ടുന്ന ആ ആൻസർ ആണ് അതാത് സൈഡിലെ റെക്ടാങ്കിൾ ബോക്സിലുള്ളത് അല്ലേ. അതാണ് നമ്മുടെ മാജിക് ഹെക്സഗന്റെ റൂൾ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു സൈഡിലെ ഈ ഒരു സെന്റർ റെക്ടാങ്കിൾ ബോക്സിൽ ഏത് നമ്പർ വരും? ഈ സൈഡിൽ കിടക്കുന്ന രണ്ട് സർക്കിൾസ് എന്താണ് 4ഉം 7ഉം ആണ്. അപ്പോൾ 7ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടുന്ന ആൻസർ ആയിരിക്കും ഇന്ന് അടുക്കത്തെ ഈ ഒരു ബോക്സിൽ വരേണ്ടത്. 7 4s are എന്താണ് 28. 7 4s are 28. അപ്പോൾ 28 എന്ന നമ്പർ ആണ് ആ ഒരു സൈഡിലെ നമ്മുടെ റെക്ടാങ്കിളിനകത്ത് വരുന്നത്. ഇനി ഈ ഒരു സൈഡിലെ റെക്ടാങ്കിൾ ബോക്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സൈഡിലെ രണ്ട് നമ്മുടെ സർക്കിൾസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. 9 7s are 63. സോ അവിടുത്തെ ആ റെക്ടാങ്കിൾ ബോക്സിൽ 63 ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി അടുത്ത ഈ റെക്ടാങ്കിൾ ബോക്സിൽ ഏത് നമ്പർ വരും? അവിടുത്തെ രണ്ട് സർക്കിൾസിലെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3ഉം 9ഉം. 9 3s are 27. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഈ റെക്ടാങ്കിൾ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആ നമ്പർ കണ്ടുപിടിക്കാൻ 5 × 3 5 3s are 15. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഈ ബോക്സ് നമ്മുടെ ഈ റെക്ടാങ്കിൾ ബോക്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ സൈഡിൽ രണ്ട് സർക്കിൾസും നമ്പേഴ്സ് നോക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 8 5 8s are 40. അപ്പോൾ നമ്മൾ നമ്മുടെ ജസ്റ്റ് എത്ര ബോക്സ് 6 സൈഡ്സിലെയും ബോക്സ് റെക്ടാങ്കിൾ ബോക്സിലെ നമ്പേഴ്സ് എല്ലാം കണ്ടുപിടിച്ചു. 32 28 63 27 15 40 അല്ലേ. അതായത് സൈഡുകളിലെ സർക്കിൾസ് തമ്മിൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് സൈഡിലെ റെക്ടാങ്കിൾ ബോക്സ് കംപ്ലീറ്റ് ചെയ്തു. യൂസ് ദ സെയിം റൂൾ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ഹെക്സഗൺസ്. അങ്ങനെയെങ്കിൽ താഴെയുള്ള ഈ മാജിക് ഹെക്സഗൺസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇതേ റൂൾ തന്നെയാണ്. ഓരോ സൈഡിലെയും റെക്ടാങ്കിൾ ബോക്സ് നമ്പർ കണ്ടുപിടിക്കാൻ അതാത് സൈഡിലെ സർക്കിൾസിലുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിലുള്ള ക്വസ്റ്റ്യൻ 4 11 13 8 7 12. ഓക്കെ, ഇവിടെ എല്ലാ സൈഡ്സിലെയും സർക്കിൾസിലെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലെ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? റെക്ടാങ്കിളിലുള്ള നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4 × 11 ചെയ്ത് നോക്കാം. 4 11s are 44. ആ സൈഡിലെ റെക്ടാങ്കിൾ ബോക്സിൽ വരുന്ന നമ്പർ 44 ആണ്. ഇനി ഈ സൈഡിലെ റെക്ടാങ്കിൾ ബോക്സിൽ വരുന്ന നമ്പർ എന്താവണം? 11 × 12 ആണ്. 11 × 12 ചെയ്ത് നോക്കിക്കേ. 132 ആൻസർ കിട്ടും. ചെയ്ത് നോക്കുക. നോട്ട്ബുക്കിൽ ഈ മാജിക് ഹെക്സഗൺ, ഈ താഴെ കാണുന്ന ഈ 3 മാജിക് ഹെക്സഗൺ നോട്ട്ബുക്കിൽ വരയ്ക്കണം. എന്നിട്ട് സൈഡിൽ വർക്കിങ്സും ഉണ്ടാവണം. 11 × 12 ചെയ്യുക. ഉത്തരം 132 ആണ്. ചെയ്ത് നോക്കുക. 132 ആണ്. ഇനി അടുത്തത് 12 × 7 12 7 ചെയ്ത് നോക്കിക്കേ. എന്ത് കിട്ടും? 84 കിട്ടും. 84 കിട്ടും. ചെയ്ത് നോക്കുക. എന്നിട്ട് നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഓക്കെ, ഈ ബോക്സിലും ടെക്സ്റ്റിലും ഈ പ്രാക്ടീസ് ബുക്കിലും ആൻസേഴ്സ് എഴുതി കൊടുക്കുകയും വേണം. വർക്കിങ്സും ഈ മാജിക് ഹെക്സഗണും എല്ലാം സെപ്പറേറ്റ് നോട്ട്ബുക്കിലും വരച്ചിട്ടുണ്ടാവണം. ഇനി ഈ സൈഡ് റെക്ടാങ്കിൾ ബോക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 8 7s are 56. ഈ സൈഡിലെ നമ്മുടെ റെക്ടാങ്കിളിലെ ബോക്സിലുള്ള നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 13 × 8 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 104 കിട്ടും. 104. ഇനി അടുത്തത് ഇവിടെ എന്തായിരിക്കും? 13 × 4 ചെയ്യുമ്പോൾ ഇവിടുത്തെ നമ്പർ കിട്ടും 52 കിട്ടും.
ഓക്കെ, അപ്പം നമ്മുടെ ഈ ഫസ്റ്റ് മാജിക് ഹെക്സഗൺ വളരെ എളുപ്പമായിരുന്നു. സർക്കിൾസിലെ എല്ലാ നമ്പേഴ്സും തന്നിട്ടുണ്ട്. സോ റെക്ടാങ്കിൾസിലെ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു അല്ലേ. ഈ സൈഡിൽ 44, 132, 84, 56, 104, 52. ഓക്കെ, ഇനി താഴത്തോട്ടാണ് ഇനി മറ്റ് മാജിക് ഹെക്സഗൺസ് ചെയ്യാം. ഓക്കെ, $50, 105, 60, 36, 12, 72. ഓക്കെ, ഇവിടെ നമുക്ക് എല്ലാ സർക്കിൾസിന്റെ നമ്പേഴ്സ് തന്നിട്ടില്ല. പകരം നമുക്ക് എന്താണ് റെക്ടാങ്കിൾ ബോക്സിനകത്തുള്ള നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ സർക്കിൾസും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ നമുക്കറിയാം 15ന്റെ കൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ഇൻറ്റു ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 60 എന്നുള്ള ഈ റെക്ടാങ്കിൾ ബോക്സിനകത്ത് വരുന്ന ഈ നമ്പർ കിട്ടിയത് അല്ലെ. 15 ഇൻറ്റു ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ 60 എന്ന ഈ നമ്പർ കിട്ടും അല്ലെ. റെക്ടാങ്കിൾ ബോക്സിനകത്ത് വരുന്ന ഈ നമ്പർ കിട്ടും. അങ്ങനെയെങ്കിൽ ഈ സർക്കിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ നടുക്കത്തെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മളിപ്പോ 5 + 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. അപ്പൊ നടുക്ക് നമുക്ക് 3 ആണെന്ന് അറിഞ്ഞുകൂടാ. 5 + dash = 8 ആണെന്ന് വിചാരിക്കാം. ഈ നടുക്കത്തെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 8 - 5 ചെയ്ത് നോക്കത്തില്ല. അപ്പൊ എന്ത് കിട്ടും? 3 എന്ന ആൻസർ കിട്ടും. എന്ന് പറയുന്ന പോലെ എന്താണ്, ഇപ്പൊ 5 × 3 15 ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അഡീഷനും സബ്ട്രാക്ഷനും ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ആണ് അല്ലെ, ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് ആണ്. സോ 5 × 3 15 ആണ്. നമുക്ക് 3 ആണെന്ന് അറിഞ്ഞുകൂടാ. 5 × 3 5 × dash = 15 എന്നാണ്. അപ്പോൾ ആ ഡാഷിന്റെ അവിടെയുള്ള നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 15 / 5 ചെയ്ത് നോക്കണം. 15 / 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 ആണ്. അപ്പോൾ ആ നമ്പർ ആയിരിക്കും ഇവിടെ വരേണ്ടത്. സോ 15 × dash = 60 ആണ്. 15 × ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ 60 കിട്ടും. അങ്ങനെയെങ്കിൽ ആ ഏതോ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 60 / 15 ചെയ്ത് നോക്കുക. 60 / 15 ചെയ്ത് നോക്കുക. ഉത്തരം എന്ത് കിട്ടും? 4 കിട്ടും. സോ അപ്പോൾ ഈ സർക്കിളിൽ വരുന്ന നമ്പർ ഏതായിരിക്കണം? 4 ആയിരിക്കണം. കണ്ടോ, 15 × 4 ചെയ്യുമ്പോഴാണ് 60 കിട്ടുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ് അല്ലേ? നമുക്ക് ഇപ്പുറത്തെ ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ 15 ഇൻറ്റു ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ 105 എന്ന് കിട്ടും. 15ന്റെ കൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഈ സർക്കിളിനകത്തുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 105 കിട്ടും. അപ്പോൾ ആ സർക്കിളിലുള്ള നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 105 / 15 ചെയ്ത് നോക്കുക. 105 / 15 ചെയ്ത് നോക്കുക. ഉത്തരം എന്ത് കിട്ടും? 7 കിട്ടും. സോ ആ സർക്കിളിലെ നമ്പർ എന്താണ്? 7 ആണ്. ഓക്കെ, 7 ആണ്. ഇനി നമുക്ക് ഈ സർക്കിളിലോട്ട് പോവാം. ഇവിടെ 4 × dash ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ 36 കിട്ടും. ഈ 4നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 36 കിട്ടും. അപ്പോൾ ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 36 / 4 ചെയ്ത് നോക്കുക. ഉത്തരം എന്ത് കിട്ടും? 9 കിട്ടും. ചെയ്ത് നോക്കുക. നോട്ട്ബുക്കിലെ സൈഡിലെ വർക്കിംഗ്സ് ഉണ്ടാവണം. ചെയ്ത് നോക്കുക. ഉത്തരം എന്ത് കിട്ടും? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞു പോകുന്നത്. ഉത്തരം എന്ത് കിട്ടും? 9 കിട്ടും. ഓക്കെ, അപ്പോൾ 9 കിട്ടി. ഇനി ഈ സൈഡിൽ നമുക്ക് 2 സർക്കിൾസ് ഉണ്ട്. നിനക്കത്തെ റെക്ടാങ്കിൾ ബോക്സ് ആണ് ഇല്ലാത്തത്. സോ റെക്ടാങ്കിൾ ബോക്സ് കണ്ടുപിടിക്കാൻ പിന്നെ നമുക്ക് എളുപ്പമാണ്. ഈ സൈഡിൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 12ഉം 9ഉം ആണ്. 12 × 9 എന്ത് കിട്ടും? 12 × 9 108 എന്ന് കിട്ടും. എന്ത് കിട്ടി? 108. ഈ 2 നമ്പേഴ്സ് തമ്മിൽ നമുക്ക് 9 ഇവിടെ കിട്ടി. 4 × 9 ആണ് 36 എന്ന് മനസ്സിലായി. സോ 9 കംപ്ലീറ്റ് ആയി സർക്കിളിനകത്ത് കിട്ടി. ആ സർക്കിളിനകത്തുള്ള നമ്പറും ഈ 12 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 108 എന്ന് കിട്ടും. എന്ത് കിട്ടി? 108. 9 × 12 ആണ് 108. ഓക്കെ, ഇനി ഈ സൈഡിൽ ഈ ഒരു സർക്കിൾ കണ്ടുപിടിക്കാനുണ്ട്. എന്ത് ചെയ്യാം? നമുക്ക് ബോക്സിനകത്ത് 72 ആണ്. പുറത്തെ സർക്കിളിൽ അത് 12 ഉണ്ട്. 12 × ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോഴാണ് 72 ആൻസർ ആയിട്ട് വരുന്നത്. സോ ആ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
72 divided by 12 ചെയ്ത് നോക്കാം. 72 divided by 12 ചെയ്ത് എന്ത് കിട്ടും? 6 കിട്ടും. 6. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സർക്കിൾ നമ്പർ എന്തായിരിക്കണം? 6 ആയിരിക്കണം. 72 divided by 12 ചെയ്യുമ്പോൾ 6 കിട്ടും. ആ 6 ആയിരിക്കണം ഇവിടെ വരേണ്ടത് അല്ലേ? 6 × 12 ആണ് 72. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഈ ഒരു റെക്റ്റാങ്കിൾ അകത്തോട് നമ്പർ കണ്ടുപിടിക്കണം. അത് എളുപ്പമാണ്. കാരണം എന്താ? രണ്ട് സർക്കിൾസ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7 6 R എന്താണ്? 42. ഓക്കെ, 42. അപ്പോൾ ഞാൻ ഓർഡർ അനുസരിച്ച് നമ്പേഴ്സ് ഒന്ന് വായിക്കാം. 15 60 4 36 9 108 12 72 6 42 7 105. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താണ് ടെക്സ്റ്റിലുള്ള ഈ ടെക്സ്റ്റിനകത്തുള്ള മൂന്നാമത്തെ മാജിക് ഹെക്സഗൺ. ഇനി നാലാമത്തെ മാജിക് ഹെക്സഗണിലോട്ട് പോകാം. $35 $30 $99 $72. ഇവിടെ നമ്മൾ എന്താണ്? ഇവിടെ നമുക്ക് 4 ബോക്സിനകത്തുള്ള നമ്പേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബോക്സിനകത്ത് നമ്പേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ സെലക്ട് ചെയ്യണം. ഈ സർക്കിൾസിലുള്ള നമ്പർ സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്കൊരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 30. ഓക്കെ, ഇവിടെ 30. ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 30 കിട്ടുന്നത്? 1 × 30, 2 × 15, 3 × 5, 3 × 30, 3 × 10, 3 × 10 അല്ലേ? ഇനിയോ 4 വെച്ചിട്ടൊന്നുമില്ല. 5 × 6. ഇത്രയും കോമ്പിനേഷൻസ് ആണ്. ഇത്രയും നമ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 30 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് സർക്കിൾസിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി 30 എന്ന നമ്പർ ആദ്യം സെലക്ട് ചെയ്തു. ആ നമ്പറിന്റെ കോമ്പിനേഷൻസ് നോക്കി 1 × 30 ചെയ്താൽ എന്താണ്? 30 ആൻസർ വരും. ഇവിടെ 1 വരാം, ചിലപ്പോൾ ഇവിടെ 30 വരാം. അങ്ങനെ ചെയ്താൽ നടുക്ക് 30 വരാം. ഒന്നുകൂടെ 2 × 15, 2 ഇവിടെ എഴുതി, 15 ഇവിടെ എഴുതി. ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെൻട്രൽ ബോക്സിൽ 30 വരാം. അതാവാൻ ഒരു സാധ്യതയുണ്ട്. സാധ്യതകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3 × 10 ചെയ്താലും 30 എന്ന ആൻസർ കിട്ടും. 5 × 6 ചെയ്താലും എന്താണ്? 30 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 30യുടെ കോമ്പിനേഷൻസ് നമ്മൾ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 35ന്റെ കോമ്പിനേഷൻസ് കൂടെ എഴുതി വെക്കാം ഈ സൈഡിൽ. ഓക്കെ, 35ന്റെ കോമ്പിനേഷൻസ് എന്തൊക്കെ വരാം? 1 × 35 എന്ന് എഴുതാം. ഓക്കെ, 2 വെച്ച് പറ്റത്തില്ല, 3 വെച്ച് പറ്റത്തില്ല, 4 വെച്ച് പറ്റത്തില്ല, 5 വെച്ച് പറ്റും. 5 × 7, 5 7 35. ഇനിയോ 7 × 5. ഇതും ഒരു സാധ്യതയാണ് അല്ലെ? ഇത് മൂന്നുമേ ഉള്ളൂ അല്ലെ? എന്താണ്? ഇത് മൂന്നുമേ ഉള്ളൂ നമുക്ക് 35ന്റെ സാധ്യതകൾ. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. 1 കോമൺ ആണ്. പിന്നെ 5 കോമൺ ആയിട്ട് രണ്ട് നമ്പേഴ്സിലും വരുന്നുണ്ട് അല്ലെ? 5 കോമൺ രണ്ട് നമ്പേഴ്സിലും വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 5 കോമൺ അല്ലേ? 1 കോമൺ ആയിട്ട് എടുത്താലും നമുക്ക് പറ്റത്തില്ല. കാരണം എന്താ? 1 കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ 1 എഴുതി, ഈ സൈഡിലെ സർക്കിളിൽ 35, ഈ സൈഡിലെ സർക്കിളിൽ 30 എഴുതി കൊടുക്കേണ്ടവര്. നമുക്ക് 1 സെലക്ട് ചെയ്യണ്ട. നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് വേറെ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 1 കൂടാതെ 5 ഉണ്ട്. 5 നമുക്ക് ഈ ഒരു സർക്കിളിനകത്ത് എഴുതി കൊടുക്കാം. ഓക്കെ, 5 എഴുതി കൊടുത്തു. അങ്ങനെയെങ്കിൽ ഈ സൈഡിൽ അങ്ങനെയെങ്കിൽ വരേണ്ട, ഈ സർക്കിളിനകത്ത് വരേണ്ട മറ്റു നമ്പർ ഏതായിരിക്കണം? 6 ആയിരിക്കണം. ഈ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം. 5 × 6ഉം ഇവിടെ 5 × 7 സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5 എഴുതി കൊടുത്തു. 30യുടെ കേസിൽ 5 × 6 ഈ ഒരു രണ്ട് സർക്കിൾസ് കംപ്ലീറ്റ് ചെയ്തു. നടുക്ക് 30,
അങ്ങനെയാണെങ്കിൽ ആപ്റ്റഡ് ആണ്, കറക്റ്റ് ആണ്. ഇനി ഈ സൈഡിലാണെങ്കിൽ ഇവിടെ 5 വന്നാൽ ഇവിടെ എന്തായിരിക്കണം? 7 വരണം. അപ്പോൾ 5 7s 35. അപ്പോൾ ആ രണ്ട് സൈഡും നമുക്ക് എന്തായി? കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണം? ഇനി ഈ സർക്കിളെ നമ്പർ കണ്ടുപിടിക്കണം അല്ലേ? അതിവിടെ നമുക്ക് ബോക്സിലൊന്നും കൊടുത്തിട്ടില്ല അല്ലേ? ഈ ബോക്സിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ തൊട്ട് താഴെയുള്ള നമ്പർ 72 ആണ്. 72ന്റെ ഏതൊക്കെ കോമ്പിനേഷൻസ് വരും എന്ന് ആലോചിച്ച് നോക്കുക. ഏതൊക്കെ വരും? 1 × 72, പിന്നെയോ 2 × 30. 72ന്റെ കോമ്പിനേഷൻസ് 3 × 24 ചെയ്യുമ്പോൾ 72 വരും. ഇനിയോ 4 × 18 ചെയ്യുമ്പോൾ 72 വരും. ഇനിയോ 5 വെച്ചിട്ട് 72നെ ഒന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അപ്രോപ്രിയേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. 4 × 18 ഉണ്ട്. ഇനി 6 × 12 ചെയ്താൽ 72 വരും. ഇനി 8 × 9 ചെയ്താലും 72 വരും. ഓക്കെ, 8 × 9 ചെയ്താലും 72 വരും. അപ്പോൾ നമുക്ക് ഒരു നമ്പർ സെലക്ട് ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. നമുക്കിനി ഈ സൈഡിലെ 99ന്റെ ഫാക്ടേഴ്സ് എഴുതി നോക്കാം. 1 × 99, 2 വെച്ചൊന്നും പറ്റത്തില്ല. 3 × 33. ഓക്കെ, ഇനിയോ 9 × 11. ഈ മൂന്ന് നമ്പേഴ്സ്, ഈ മൂന്ന് കോമ്പിനേഷൻസ് മാത്രമേ 99 ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ 72ന്റെ കോമ്പിനേഷൻസ് 1 × 72 ഉണ്ട്, 2 × 36 ഉണ്ട്, 3 × 24 ഉണ്ട്, 4 × 18 ഉണ്ട്, 6 × 12 ഉണ്ട്, 8 × 9 ഉണ്ട്. ഇവിടെ 1 × 99 ഉണ്ട്, 3 × 33 ഉണ്ട്, 9 × 11 ഉണ്ട്. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 9ഉമാണ് അല്ലേ? ഇവിടെയും 1 ഉണ്ട്, 1ന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഇവിടെയും 1ന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഇവിടെയും 9ന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഇവിടെയും 9ന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. സോ രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ സെലക്ട് ചെയ്യാം, 9 സെലക്ട് ചെയ്യാം. ആ 9 ഞാൻ രണ്ടുപേരുടെയും ഇടയിൽ വരുന്ന ആ ഒരു സർക്കിളിന് എഴുതി കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇവിടെ 9 വന്നാൽ സ്വാഭാവികമായിട്ടും ഇവിടെ വരേണ്ടുന്ന നമ്പർ ഏതായിരിക്കണം? 72 / 9 എന്താണ്? 8 ആണ്. 8 അല്ലേ? 8 ആണ്. ഇവിടെ 9 വന്നാൽ സ്വാഭാവികമായി ഇവിടെ വരുന്നത് നമ്പർ എന്തായിരിക്കണം? 11 ആണ്. ഓക്കെ, 11 ആണ്. അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇവിടെ 8ഉം കിട്ടി, ഇവിടെ മുകളിൽ 6ഉം ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ വരേണ്ടത് നമ്പർ എന്തായിരിക്കണം? 6 8 എന്താണ്? 48. അങ്ങനെയെങ്കിൽ ഇവിടെ 11 ഉണ്ട്, മുകളിൽ 7 ഉണ്ട്. സോ ഇവിടെ വരുന്ന നമ്പർ 77 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ സൈഡിലെ റെക്ടാങ്കിൾ ബോക്സിന്റെ ഫാക്ടേഴ്സുകൾ എഴുതി നോക്കുക. സൈഡിലായിട്ട് ഫാക്ടേഴ്സുകൾ എഴുതി നോക്കുക. ആ ഫാക്ടേഴ്സുകളിൽ ഏതെങ്കിലും കോമൺ നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ആ കോമൺ നമ്പറിന് എന്ത് ചെയ്യണം? ആ രണ്ട് റെക്ടാങ്കിൾ ബോക്സിന്റെ മിഡിലായിട്ട് വരുന്ന ആ ഒരു സർക്കിളിൽ അങ്ങ് എഴുതി കൊടുക്കുക. ആ കോമൺ നമ്പർ എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഒരു സൈഡിലെ റെക്ടാങ്കിൾ ബോക്സിന്റെ തൊട്ടടുത്തുള്ള നമ്പേഴ്സ് കിട്ടിയിരിക്കും. ഓക്കെ, ഇനി വീണ്ടും അടുത്ത റെക്ടാങ്കിൾ ബോക്സിന്റെ ഫാക്ടേഴ്സുകൾ സൈഡിൽ എഴുതി നോക്കുക. സൈഡിൽ എഴുതുക, അതിലെ കോമൺ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആ കോമൺ നമ്പർ വീണ്ടും അതിനിടയിലെ സർക്കിളിൽ എഴുതി കൊടുക്കുക. ആ നമ്പറിലെ സർക്കിളിൽ ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനോട് ചേർന്ന സർക്കിൾസിലെ നമ്പേഴ്സ് കിട്ടിയിരിക്കും. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ഈ റെക്ടാങ്കിൾ ബോക്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, മാജിക് ഹെക്സഗൺ എന്താണ് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതെല്ലാം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായി ട്രൈ ചെയ്യണം, എഴുതി ശ്രമിച്ചു നോക്കണം, തന്നെ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം ഈ 4 മാജിക് ഹെക്സഗൺസും എന്താണ് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം. 4 അത് അവസാനത്തെ 3 നമുക്ക് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം. സൈഡിൽ വർക്കിംഗ് സോൾവ് ആവണം. ഇനി പേജ് നമ്പർ 58. ചെക്ക് whether true or false. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. 38 + 24 ചെയ്ത് നോക്കുക. ഉത്തരം എന്താണ്? 62 കിട്ടും. ഇത് തിരിച്ച് ചെയ്യുക. 24 + 38 ചെയ്ത് നോക്കുക. അപ്പോഴും ഉത്തരം സെയിം ആണോ എന്ന് നോക്കുക. സെയിം ആയിരിക്കും. അഡീഷൻ എന്താണ്? നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ചെയ്താലും സെയിം തന്നെയായിരിക്കും വരുന്നത്. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇനി 417 + 319 ആൻസർ എന്താണ്? അവിടെ ആഡ് ചെയ്ത് നോക്കുക. ഉത്തരം 736 കിട്ടും. ഇത് തിരിച്ച് ആഡ് ചെയ്യുക. 319 + 417 ചെയ്യുക. ഉത്തരം എന്ത് കിട്ടി? അപ്പോഴും 736 കിട്ടും. സോ രണ്ട് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 736 = 736 എന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് വർക്കൗട്ട് ചെയ്യുക. ഒരു സൈഡിൽ 85 + 34 + 63 ചെയ്ത് നോക്കുക. ഉത്തരം 182 കിട്ടും.
ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത സൈഡിൽ താഴത്തോട് ചെയ്ത് നോക്കുക. 34 പ്ലസ് 63 പ്ലസ് 85 എന്ന് ചെയ്ത് നോക്കുക. അപ്പോഴും ഉത്തരം 182 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. തൊട്ട് അതിൽപ്പെട്ട സൈഡിൽ പിന്നെയും 63 പ്ലസ് 85 പ്ലസ് 34 ചെയ്ത് നോക്കുക. അവിടെയും ആൻസർ സെയിം ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രാക്ടീസ് ബുക്കിൽ ഈ വർക്ക്സ് എല്ലാവരും ശ്രദ്ധയോടെ പഠിക്കുക. ഡൗട്ട് എന്തെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യുക. നോട്ട് ബുക്കിൽ ചെയ്യേണ്ടുന്ന ആക്ടിവിറ്റീസ് നോട്ട് ബുക്കിൽ തന്നെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.